അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മനസ്സെവിടേക്കോ അലഞ്ഞു നടക്കാറുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു മാധുര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങളൊരു മോശം വിശ്വാസി ആയതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ഈമാനിന് ചെറിയൊരു റീചാർജിങ് ആവശ്യമാണ് എന്നതിൻ്റെ സൂചനയാണിത്. അത് എങ്ങനെ ലളിതമായി ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് ചാർജിൽ കുത്തിവെക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലെ ഈമാൻ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അത് ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടോ? ഈമാൻ കുറയുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അത് തിരിച്ചു പിടിക്കാതിരിക്കുന്നത് അപകടമാണ്. നമ്മുടെ ഹൃദയത്തെ എങ്ങനെയും വീണ്ടും പ്രകാശപൂർണ്ണമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു വലിയ സത്യമുണ്ട്. ഒരു പുതിയ വസ്ത്രം പഴകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ ഈമാനും പഴകുന്നു. അഴുക്ക് പിടിച്ച ഒരു പാത്രത്തിൽ എത്ര നല്ല പാലൊഴിച്ചാലും അത് മോശമാകുന്നത് പോലെ പാപങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം അഴുക്കായാൽ അവിടെ ഈമാൻ നിൽക്കില്ല. തളർന്നു പോയ നിങ്ങളുടെ ഹൃദയത്തെ എങ്ങനെ വീണ്ടും ഉണർത്താം? എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ നിലനിർത്താൻ വേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ ഈമാനിൻ്റെ തിളക്കം കുറയാൻ പ്രധാന കാരണം നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ്. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളികൾ വീഴുന്നു. ഇത് വർദ്ധിക്കുമ്പോൾ ഹൃദയം മുഴുവൻ മൂടപ്പെടുകയും അള്ളാഹുവിൻ്റെ പ്രകാശം നൂറ് അതിൽ പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോ തടസ്സവും ഈമാനിൻ്റെ തിളക്കം കുറയുകയും ചെയ്യുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക. ഈമാൻ കുറഞ്ഞുവെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തൗബ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നീ പറയുക എന്നാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. സോഷ്യൽ മീഡിയയിലെ അനാവശ്യ കാഴ്ചകളും പരദൂഷണവും നമ്മുടെ ഈമാനിനെ കാർന്നു തിന്നുന്ന ചിതലുകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കണം. ഹൃദയത്തിലെ രോഗങ്ങൾക്കുള്ള മരുന്നാണ് വിശുദ്ധ ഖുർആൻ. വെറുതെ ഓതിപ്പോകാതെ അള്ളാഹു നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന ബോധത്തോടെ ഖുർആനെ ഓതാൻ ശ്രമിക്കുക. രാത്രിയുടെ നിശബ്ദതയിൽ ഖുർആൻ തുറന്ന് വായിക്കുന്നതും ഓതുന്നതും ആത്മാവിന് വലിയ ശാന്തി നൽകും. ഇത് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന പ്രാർത്ഥന ധാരാളമായി ചൊല്ലുക. എല്ലാവരും ഉറങ്ങുന്ന തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിനോട് നീ സംസാരിച്ചു നോക്ക്. തീർച്ചയായിട്ടും നിനക്ക് മനസ്സിന് സമാധാനവും ഹൃദയത്തിൽ ഈമാനും കൂടും. ഭൗതിക കാര്യങ്ങൾ മാത്രം ചോദിക്കാതെ അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കഴിവിനും ഈമാൻ വർദ്ധിപ്പിക്കാനും വേണ്ടി നീ ഒന്ന് ചോദിച്ചു നോക്ക്. തീർച്ചയായിട്ടും നിനക്ക് ഉത്തരം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈമാനിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക. കസ്തൂരി വിൽക്കുന്നവൻ്റെ കൂടെ ഇരുന്നാൽ ആ സുഗന്ധം നമുക്കും ലഭിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, സദസ്സുകളെയും നീ സമീപിക്കുക, അവരെ കണ്ടെത്തുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ശൈത്താൻ സംശയങ്ങൾ നിറയ്ക്കും. എന്നാൽ നല്ല മനുഷ്യരുടെ കൂടെ ഇരിക്കുമ്പോൾ ഈമാൻ താനേ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഈമാൻ കുറഞ്ഞു എന്നോർത്ത് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിരാശരാകാതെ നിസ്കാരം കൃത്യമാക്കിയും ദിക്റുകൾ ശീലമാക്കിയും നിങ്ങൾ മുന്നോട്ട് പോകുക. തീർച്ചയായും നിങ്ങൾക്ക് ഈമാനോട് കൂടെ മരണപ്പെടാൻ സാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ, നമ്മുടെ ഈമാൻ ഒരു ബാറ്ററിയെ പോലെയാണ്. അത് കുറയുമ്പോൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. പകരം അള്ളാഹുവിലേക്ക് ഓടിച്ചെന്ന് അത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ഓർക്കുക, പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം അതിനേക്കാൾ എത്രയോ വലുതാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് ആത്മാർത്ഥമായി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുക. ആ ഒരു തുടക്കം മതി നിങ്ങളുടെ ജീവിതം പ്രകാശപൂർണ്ണമാക്കാൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ ചിന്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.